എൻ്റെ പേര് ജാസ്മിൻ അനിൽ, പാലാ രൂപത ചെമ്മലോറ്റ ഇടവകയിൽ നിന്ന് വരുന്നു. 2019 ഒക്ടോബർ 21 ഞാൻ ഉടമ്പടി എടുത്തതാണ്. ഇത് അൾത്താരയിൽ 4ാമത്തെ സാക്ഷ്യമാണ്. എനിക്ക് കിട്ടിയ രോഗസൗഖ്യം പറയാം. എൻ്റെ കൈയുടെ ഉള്ളം കൈ മുറിഞ്ഞതിൻ്റെ ഫലമായി 4 മാസമായി കൈക്ക് ഭയങ്കര മരവിപ്പായിരുന്നു. രാത്രിയിലൊക്കെ എഴുന്നേറ്റിരുന്ന് കൈ തൂക്കണമായിരുന്നു, അതുപോലെ മരവിപ്പായിരുന്നു. ഈ ഉടമ്പടി പുതുക്കി വരുന്ന നവംബറിൽ പുതുക്കി വരുന്ന സമയത്ത്, അപ്പോൾ പ്രദക്ഷിണം വരുമ്പോൾ മാതാവിനെ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കയ്യിൽ പെട്ടെന്ന് കറണ്ട് അടിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. അതിന് ശേഷം എൻ്റെ കയ്യിൽ ആ മരവിപ്പ് പിന്നീട് ഉണ്ടായിട്ടില്ല. അമ്മ തന്ന എനിക്ക് സൗഖ്യം തന്നതിന് നന്ദി പറയുന്നു. പിന്നീട് അമ്മയുടെ ഒരു സംരക്ഷണമാണ്. ഞാൻ മെഴുകുതിരി ഉണ്ടാക്കുന്ന ആളാണ്. 7 വർഷമായിട്ട് മെഴുകുതിരിയുടെ ബിസിനസ്സാണ്. അപ്പോൾ ആ മെഴുകുതിരി ഉണ്ടാക്കുന്ന സമയത്ത് ആ തീയുടെ ആഘാതത്തിൽ സ്റ്റൗവിൽ നിന്ന് മെഴുകിയിരിക്കുന്ന പാത്രത്തിലേക്ക് തീ ആളി കയറി ഭയങ്കര ഒരു തീയായിരുന്നു. അത് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. തീ വല്ലാതെ ഉയർന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, തീ കെടുത്തമ്മയെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് അങ്ങനെ തീ ഉയർന്ന് കത്തി. അത് കഴിഞ്ഞപ്പോൾ അത് തീ താന്ന് പിന്നെ അത് കെടുത്താൻ എന്നെ അമ്മ സഹായിച്ചു. അങ്ങനെ ആ വൻ ദുരന്തത്തിൽ നിന്ന് അമ്മ എന്നെ സംരക്ഷിച്ചു. പിന്നീട് ആ കിച്ചണിൽ അങ്ങനെ ഒരു പാടുപോലും, അങ്ങനെ ആ തീ കത്തി എന്നുള്ളൊരു പാടുപോലും അവിടെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ അമ്മ സംരക്ഷണം തന്നു. പിന്നെ എൻ്റെ ചേച്ചിയുടെ വേറെ അമ്മയുടെ സമയച്ചുരുക്കത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്. എൻ്റെ ചേച്ചിയുടെ മകന് നവംബർ 26 ഞായറാഴ്ചയായിരുന്നു. അന്ന് ആരോടും പറയാതെ വെളുപ്പിന് വീട്ടിൽ നിന്ന് പോയി. അവർ രാവിലെ ഉണർന്നപ്പോൾ അവൻ കട്ടിലില്ല. അങ്ങനെ എല്ലാവർക്കും എവിടെ പോയി എന്ന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അവരെല്ലായിടത്തും തപ്പി ഒത്തിരി അന്വേഷിച്ചു. ഉച്ചയായിട്ടും അവനെ കണ്ടെത്തിയില്ലാത്തതുകൊണ്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ പരാതി കൊടുത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഞായറാഴ്ച വൈകുന്നേരമായിട്ട് കണ്ടില്ല. തിങ്കളാഴ്ച രാവിലെയായി. അപ്പോൾ ചേച്ചി ഞാനുമായിട്ട് ഒരു 4 കൊല്ലമായിട്ട് വലിയ കോണ്ടാക്റ്റുകളൊന്നുമില്ല. പിണക്കമാണോയെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ പോലും കോണ്ടാക്റ്റുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച രാവിലെയാണ് അവനിങ്ങനെ വീട്ടിൽ നിന്ന് പോയ കാര്യം ചേച്ചി ഒരു 8:30 ആയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞു, നമ്മുടെ കൃപാസന അമ്മ സഞ്ചരിക്കുന്ന അമ്മയാണ്, അമ്മ അവനെ പോയി കൂട്ടിക്കൊണ്ട് വരും. പെട്ടെന്ന് ലൈറ്റ് ക്യാൻഡി പ്രെയർ പറഞ്ഞു കൊടുത്തു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മയോട് അവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാമെന്ന് നേരാൻ പറഞ്ഞു. പിന്നെ ഞാനും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ലൈറ്റ് ക്യാൻഡി പ്രെയർ ഇട്ടു. അവൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഫോണിലേക്ക് അയച്ചിരുന്നു. ആ ഫോട്ടോയിൽ ഞാൻ തൈലം കൊണ്ട് കുരിശ് വരച്ചു, പ്രാർത്ഥിച്ചു. അമ്മയോട് പറഞ്ഞു അമ്മ അവനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. എന്തായാലും അമ്മ അവിടെ ചെല്ലുന്ന സമയം 10:40 ആയപ്പോഴത്തേക്കും ചേച്ചിയുടെ ഫോണിലേക്ക് കോൾ വന്നു. മോൻ തന്നെ വിളിച്ചു, എനിക്ക് വീട്ടിലേക്ക് വരണം. അവനൊരു മനസ്സിലൊരു ഉൾവിളി തോന്നി. അവൻ മൂന്നാറിന് പോയതായിരുന്നു, ആരോടും പറയാതെ. അങ്ങനെ അവർ പോയി തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ ഒരു അമ്മയുടെ പെട്ടെന്ന് സ്പീഡില്ലത് അമ്മയെ സാധിച്ച് അവനെ വീണ്ടും തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അവർ ജനുവരി 7 കുടുംബസമേതം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ കസിൻ ചേച്ചി പപ്പാടെ പെങ്ങളുടെ മകളാണ്. അതിൻ്റെ മകന് 5 വർഷമായി BCom പഠിച്ചുകൊണ്ടിരുന്ന മകനാണ്. പെട്ടെന്നൊരു ഡിപ്രഷൻ പോലെ, ആരോടും മിണ്ടുകയില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയല്ല, അവന് പഠിക്കാൻ പുസ്തകം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഭയങ്കര ദേഷ്യം, രാത്രിയിൽ ഇറങ്ങിപ്പോവുക, ഇങ്ങനെ പല അസ്വസ്ഥതകളായിരുന്നു. 5 വർഷമായതാണത്. 2022 ഞാൻ ചേച്ചിയുടെ കയ്യിൽ ഒരു കാശ് രൂപം ഇവിടുത്തെ കൃപാസനം പത്രം കൊടുത്തുവിട്ടു. അവളത് പൊന്നുപോലെ കൊണ്ടുപോയി അമ്മയോട് പ്രാർത്ഥിച്ച് അവളുടെ കിടക്കുന്ന തലവണ്ണയുടെ അടിയിൽ ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു, പത്രം വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് കൊടുത്തായിരുന്നു. ഉപ്പ് അവനെ കഴിക്കാനും അവൻ കിടക്കുന്നിടത്ത് വിതറിയിടുകയും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു നിരന്തരം. അങ്ങനെ ഇപ്പോൾ ഈ 2023 ഇടയ്ക്കൊക്കെ ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ മാറ്റങ്ങളുണ്ട്. ഇടയ്ക്ക് പുസ്തകം എടുക്കുന്നു, പഠിക്കാനുള്ള അത് വായിക്കാനൊക്കെ അവൻ തുടങ്ങുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. 2023 ആയപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. അവന് പിന്നീട് എല്ലാ കാര്യത്തിലും ഇടപെടാനും സംസാരിക്കാനും പുറത്തിറങ്ങി പോകാനും മറ്റുള്ളവരോട് ഇടപെട്ട് സംസാരിക്കാനും ഒക്കെ സാധിച്ചു. അവനിപ്പം ചെറിയൊരു ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി, സന്തോഷത്തോടെ ഇരിക്കുന്നു. അവരിവിടെ നന്ദി പറയാൻ വരും. പിന്നെ എനിക്ക് അമ്മയെ തന്നൊരു എല്ലാവരും ഈ അമ്മയെ കണ്ടു എന്നുള്ള അത്ഭുതങ്ങൾ പറയുമ്പോൾ ഒരു വിഷമമായിരുന്നു. അതിനാന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ അത്ഭുതം ഇവിടെ പ്രസിദ്ധമായി പറയാൻ പറ്റിയില്ല. 2019 ഞങ്ങളിവിടെ ഒക്ടോബർ 21 ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുൻപ് 3 ദിവസം മുൻപ് ഞങ്ങളിങ്ങനെ വീട്ടിൽ സംസാരിച്ചു, ഇന്ന ദിവസം പോകണം, ഉടമ്പടി എടുക്കണം എന്ന്.
അന്നേരം അമ്മ ഇതേ രൂപത്തിൽ ഇവിടെ ഈ ആൾത്താരെ നിൽക്കുന്ന രൂപത്തിൽ എൻ്റെ ബെഡ്റൂമിൽ വന്നു. സ്വപ്നത്തിലാണ് കണ്ടു, ഒരു 2:30-3 മണിക്ക് സമയത്തിനിടയ്ക്ക്. അപ്പോൾ അമ്മ വാഗ്ദാന പേടകത്തിൽ ഇരിക്കുന്ന വടി, ആ വടി എൻ്റെ 2 കൈകളിലേക്ക് ഇങ്ങനെ വെച്ച് തന്നു. ആ തന്നതിന് ശേഷം ആ കൈകളിൽ എപ്പോഴും എൻ്റെ ആ അത്ഭുതം, അതല്ല ഒരു സ്പാർക്ക് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ അമ്മേനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുൻപ് അമ്മ എൻ്റെ വീട്ടിൽ വന്നു. അതുപോലെ ഞാൻ ജീവനോടെ അമ്മേനെ കണ്ടതാണ്. ഉടമ്പടി എടുത്തു, ഒക്ടോബറിൽ വന്ന് ഉടമ്പടി എടുത്തു. ഡിസംബർ ആയപ്പോൾ ഇവിടെ വന്നപ്പം ആ സ്റ്റേജിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അമ്മ എൻ്റെ കയ്യെ പിടിച്ചു, ജീവനോടെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ. പക്ഷെ അമ്മയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അന്നേരം വേറൊരു മൈൻഡിലായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ സ്റ്റെപ്പ് ഇറക്കി വിട്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ നമ്മൾ ഈ പ്രദക്ഷിണം വരുന്ന അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം അമ്മ ഇങ്ങനെ ഷോളിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് എനിക്കത് മനസ്സിലായ അമ്മയായിരുന്നു എന്ന്. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങളും പ്രസൻസുകളും അമ്മ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഒരു ദിവസം ഇങ്ങനെ സ്വപ്നത്തിൽ, അത് ഈ ഒക്ടോബർ 2023 ഒക്ടോബറിലാണ്, ഒത്തിരി സങ്കടമുള്ള സമയത്തായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ അമ്മ ഇങ്ങനെ സ്വപ്നത്തിൽ വന്നു. അമ്മ സിസ്റ്ററിൻ്റെ രൂപത്തിൽ ഇതുപോലെ ഗ്രേ കളറ് എന്നെ കൗൺസിലിങ്ങിന് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ആ സഹനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അമ്മ ഒരു 35 പ്രാവശ്യം ഈശോയുടെ കുരിശിനോട് ചേർത്ത് എൻ്റെ സഹനങ്ങളെ സമർപ്പിച്ച് എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതി വെച്ചപ്പോൾ ഒത്തിരി സന്തോഷം സമാധാനവും വന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനം, ഗവൺമെൻറ് ആശുപത്രികളിൽ കൂടി പത്രവിതരണം, അത്യാവശ്യം ഒത്തിരി പത്രങ്ങൾ അവിടെ അവർ വേസ്റ്റായിട്ട് കളയുന്ന കാണുമ്പോൾ സങ്കടം വരും. അതുകൊണ്ട് ആവശ്യമുള്ളവരത് വായിക്കുമെന്ന് തോന്നുന്നവർക്ക് കൊടുക്കും. പിന്നെ രോഗികളെ സന്ദർശിക്കും. ഗവൺമെൻറ് ആശുപത്രിയിൽ രോഗികളായിരുന്നവരെ സന്ദർശിച്ച് അവർക്ക് തൈലം കൊണ്ട് കുരിശ് വരച്ച് ആവശ്യമുള്ളവർക്ക് ഉടമ്പടി ഉപ്പ് കൊടുക്കാറുണ്ട് പ്രാർത്ഥിച്ച്. അപ്പോൾ അവരൊക്കെ പറയും, മോനെ ഇച്ചിരി നേരം കൂടെ സംസാരിക്കുക, അമ്മയെക്കുറിച്ച് പറയുക. അവർ കയ്യെന്ന് വിടില്ല. അവർ പറയും, ഒത്തിരി അമ്മയെ കേൾക്കുമ്പോൾ അവർക്ക് കുളിർമ തോന്നുന്നു, അമ്മ നിൽക്കുന്ന ഒരു ഫീലിങ്സ് തോന്നുന്നു എന്ന് പറയും. അങ്ങനെ ഒത്തിരി എത്ര മണിക്കൂർ നിന്നാലും അവർ നമ്മളെ വിട്ടുപോകാൻ സമ്മതിക്കില്ല. നമ്മൾ അങ്ങനെ ഒത്തിരി രോഗികളെ കണ്ട് സന്ദർശിച്ച്. പിന്നെ വൃദ്ധസദനത്തിൽ അമ്മമാരെ കാണാൻ പോകാറുണ്ട്. രോഗികളായി കിടപ്പ് രോഗികളായ അമ്മമാരുണ്ട്, അവരെ കുളിപ്പിക്കാൻ സഹായിക്കാറുണ്ട്, നഖം വെട്ടി കൊടുക്കാറുണ്ട്. പിന്നെ ഒത്തിരി ഓർമ്മക്കുറവുള്ള അമ്മമാരാണ്, അവർക്കൊക്കെ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കും. പിന്നെ അവരുടെ കാര്യങ്ങൾ കേട്ട് ഷെയർ ചെയ്യും. ഒത്തിരി സന്തോഷമാണ്, മകളെപ്പോലെ തോന്നുന്നു ഒക്കെ അവർ പറയാറുണ്ട്. അവരുടെ സങ്കടങ്ങൾ നമ്മൾ കേൾക്കാൻ ആരുമില്ലാത്ത അവരുടെ അവസ്ഥ, അതൊക്കെ കാണുമ്പം ഒത്തിരി വിഷമം തോന്നാറുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരു ദിവസം 3/4 സമയവും ഇരിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് പൊതിച്ചോറ് വിതരണം, അത് ആഴ്ചയിൽ 6-7 ചോറ്, അങ്ങനെ ഒരു മാസത്തിൽ ഒരു 25 പൊതിച്ചോറ് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കി അതിനകത്ത് നമ്മുടെ ഉടമ്പടി ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അത് കഴിക്കുമ്പോൾ അവർക്കൊരു അഭിഷേകം തോന്നണേന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഈ പത്രവിതരണമൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് അഭിഷേകത്തിൻ്റെ ഒരു ചിറക് ലഭിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാകാറുണ്ട്. അത് 4ാം നിലയുടെ മേളിലൊക്കെ പാലാ ഗവൺമെൻറ് ആശുപത്രി. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നത് നമ്മളറിയില്ല, അത്രയും അഭിഷേകമാണ്, ആനന്ദമാണ് ഉടമ്പടി ജീവിതം. പിന്നെ ബൈബിൾ വായന 3 വട്ടം ഞാൻ ബൈബിൾ വായിച്ച് തീർത്തു. പിന്നെ വിശുദ്ധ കുർബാന എന്നും ദിവ്യബലി അർപ്പിക്കാൻ പോകും. 15 ദിവസം കൂടുമ്പോഴുള്ള കുമ്പസാരം. ഉടമ്പടി എന്ന് പറയുന്ന ലൈറ്റ് വെയ്റ്റാണ്. എല്ലാവരും അത് ഭയങ്കര കഠിനമാണെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഉപേക്ഷിക്കപ്പെടുമ്പം കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. എല്ലാവരും അത് ഈസി ആയിട്ട് അത് ചെയ്യാൻ, അത് മനസ്സിലൊരു പ്രതിജ്ഞ എടുത്താൽ അത് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈശോയ്ക്ക് ഇത്രയും ഒത്തിരി അനുഗ്രഹങ്ങൾ ഇനിയുണ്ട്, പറഞ്ഞാൽ തീരാത്ര അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ ബുക്ക് എടുത്ത് വെച്ചേക്കും എഴുതി വയ്ക്കാൻ വേണ്ടി. ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000